ആരും കൂടിനില്ലാതെ ഒറ്റയ്ക്ക് അതും മാർസിൽ, അതായത് ചൊവ്വാഗ്രഹത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ചിത്രമാണ് 2015 പുറത്തിറങ്ങിയ ദ മാർഷ്യൻ. നാസ ലോഞ്ച് ചെയ്ത എയ്രിസ് 3 എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ഷിപ്പ് 4 വർഷം ട്രാവൽ ചെയ്ത് ഇപ്പോൾ മാർസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാർസ് ഹാബിറ്റബിൾ ആണോ, ഇതുകൂടാതെ അവിടെ കുറച്ച് റിസർച്ച് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് ഷിപ്പിൽ 6 പേരടങ്ങുന്ന ഒരു ക്രൂ വന്നിറങ്ങിയിരിക്കുന്നത്. മാർസിൽ ഹ്യൂമിഡിറ്റി ഉണ്ടോ, വാട്ടർ ലെവൽ എങ്ങനെയാണ്, ഇതുകൂടാതെ അവിടുത്തെ കല്ലും മണ്ണൊക്കെ എങ്ങനത്തെയാണ് എന്നൊക്കെ പറഞ്ഞ് സാമ്പിൾ കളക്ട് ചെയ്ത് നേരെ നാസയിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കലാണ് ഇവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഓഫ്കോഴ്സ് മാർസ് എന്ന് പറയുന്നത് ഇന്ന് പോയി നാളെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമില്ല. ഇവർ ഏകദേശം 4 വർഷത്തോളം ട്രാവലിങ്ങിന് മാത്രം എടുത്തിട്ടുണ്ട്. ഇത്രയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മിഷന് വേണ്ടി അത്രയധികം ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രൂ മെമ്പേഴ്സിനെയാണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടീമിലുള്ള ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് ആയവരാണ്. സ്പേസ് ഷിപ്പും കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ടീം, ലാബ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേറൊരു ടീം, മാർസിലെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവരുടെ ജോലി പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറയുന്ന മാർസിൽ ഒരു മണലിന്റെ കൊടുങ്കാറ്റ് വരുന്ന പോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ഈ ഒരു കാര്യം ലാബിലുള്ളവർ കണ്ടെത്തി ബാക്കിയുള്ളവരോടും പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് മാർസിൽ ഈ പറയുന്ന കൊടുങ്കാറ്റ് വരുന്നത് അത്ര വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം അവിടെ നോർമലായിട്ട് നടക്കുന്നതാണ്. ബട്ട് ഇപ്രാവശ്യത്തെ കുറച്ച് ഡിഫറൻറ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇവർക്ക് ആ ഒരു സ്പേസ് ഷിപ്പ് ഹാൻഡിൽ ചെയ്യാനോ അതിനെ ലോഞ്ച് ചെയ്യാനോ സാധിക്കില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സ്റ്റോം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം, കളക്ട് ചെയ്ത സാമ്പിൾസ് ഒക്കെ മതി, അത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഏജിയോ തുടങ്ങിയ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ. ഇതിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്ന മണി എല്ലാം തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇനി റീസെൻ്റ് ആയിട്ട് ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ നടക്കുന്നുണ്ട്. സോ ആ ഒരു ഡീൽസ് എല്ലാം നിങ്ങൾ മിസ് ചെയ്തിരിക്കുക, ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക, ഡയറക്റ്റ് ക്യാഷ് കരോ എന്ന് അടിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം Stella25 എന്ന ഈ ഒരു കോഡ് അടിക്കുമ്പോൾ 25 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കയറുന്നതായിരിക്കും. വൺസ് നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ചൂസ് ചെയ്യുക. ആമസോൺ ആണെങ്കിൽ ആമസോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓറഞ്ച് ബട്ടൺ കാണും. ആ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ റീഡയറക്ട് ചെയ്ത് പോകുന്നത് അതിന്റെ ഒഫീഷ്യൽ പേജിലേക്കാണ്. ഇതിന് സാധാരണ ചെയ്യാനുള്ള പർച്ചേസിംഗ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈ ഏണിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഏൺ ചെയ്ത മണി നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ടും റിഡീം ചെയ്യാൻ സാധിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി കൂടാതെ Stella25 അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് 25 രൂപ കയറുന്നതായിരിക്കും. ഇങ്ങനെ ഇവർ റെഡി ആയിട്ട് വെളിയിലോട്ട് വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു കൊടുങ്കാറ്റും എത്തിയിരിക്കുകയാണ്. സോ ഇവർക്ക് ഈ ഒരു ഇതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്താൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് അത് പോകാൻ പറ്റുള്ളൂ. ഇതിന് ഹാബിൽ നിന്നും ടീം എല്ലാവരും അവരുടെ ആ ഒരു സ്യൂട്ട് എല്ലാം ഇട്ട ശേഷം നേരെ ഷിപ്പിലോട്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവുന്നു. ഒരാളുടെ പിന്നാലെ ഒരാൾ എന്ന് പറഞ്ഞ് ഭയങ്കര മെല്ലെ അവർ ആ ഒരു കാറ്റിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മാർസിൽ നിന്നും ആ ഒരു എർത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എല്ലാം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്ര ശക്തിയോടെ അടിച്ച ഒരു കൊടുങ്കാറ്റിൽ ആ ഒരു ഡിവൈസ് മൊത്തം ഡാമേജ് ആയിട്ട് അതിന്റെ കുറച്ച് പാർട്സ് എല്ലാം തെറിച്ച് ആ ഒരു കാറ്റിൻ്റെ കൂടെ തന്നെ പറന്നു പോകുന്നു. അതങ്ങ് വെറുതെ പറന്നു പോയാലും കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടീമിലുണ്ടായിരുന്ന വാട്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദേഹത്ത് ഇടിച്ച് അദ്ദേഹത്തിനെ ചേർത്തി വലിച്ച് കൊണ്ടുവന്നു. ആ ഒരു വസ്തു അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്യൂട്ട് എല്ലാം ഡാമേജ് ആയി ഉള്ളിലുണ്ടായിരുന്ന ഓക്സിജൻ ലെവലെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്നി മിസ്സായതിനെ തുടർന്ന് ഇവരും അവനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് ആണ്, മേ ബി അവൻ നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടാവും, എന്തായാലും നമ്മൾ പോകുന്ന വഴി നമുക്ക് അതിനെ അന്വേഷിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷിപ്പിലേക്ക് അവർ പോകുന്നു. ഇവരെല്ലാവരും ആ ഒരു സ്പേസ് ഷിപ്പിൽ എത്തുന്നു. ശേഷം ആ ഒരു സമയം അവർക്ക് ആ ഒരു വാർഡിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടീമിനെ ലീഡ് ചെയ്യുന്ന കമാൻഡർ വാർഡിനെ അന്വേഷിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി പോകുന്നു. അവനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നു, അവന്റെ ആ ഒരു സ്യൂട്ട് ക്യാം എല്ലാം ഓൺ ആക്കി നോക്കുന്നു. എന്നിട്ട് ഒരു റെസ്പോൺസും നമ്മുടെ ആ ഒരു വാർഡിന്റെ ഭാഗത്ത് നിന്നും കിട്ടുന്നില്ല. ബേസിക്കലി ഒരു ടീമിനെ സംബന്ധിച്ച് അവർ ലീഡ് ചെയ്യുന്ന കമാൻഡർ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ പറയുന്ന കമാൻഡറാണ്. അങ്ങനെ ഇരിക്കും ഈ ഒരു കമാൻഡർ എവിടെയാണെന്ന് പോലും അറിയാതെ നമ്മുടെ ആ ഒരു വാർഡിനെ അന്വേഷിച്ച് ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. തന്റെ ടീംമേറ്റ്സിനെ എല്ലാം സേഫ് ആയിട്ട് എർത്തിലോട്ട് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന കമാൻഡറിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ തന്റെ ടീമിലുണ്ടായിരുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ക്രൂ മെമ്പറിനെ ഉപേക്ഷിക്കാനും അവർക്ക് സാധിക്കില്ല. ബട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം സിറ്റുവേഷൻ വേഴ്സ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു കൊടുങ്കാറ്റ് ഭയങ്കരധികം ശക്തി പ്രാപിച്ചു വരുന്നു. സ്പേസ് ഷിപ്പിന്റെ ആ ഒരു ബേസ് അലൈൻമെന്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഈ ഒരു സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് ലോഞ്ച് ചെയ്യാനേ സാധിക്കില്ല. വാർഡിങ് നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല സ്യൂട്ട് ക്യാമിൽ സ്യൂട്ടും ഡാമേജ് ആയിട്ടുണ്ട്. സോ അദ്ദേഹം എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നിങ്ങനെ ഈ ഒരു നിഗമനത്തിൽ എത്തിയ ശേഷം അവർ ആ ഒരു സ്പേസ് ഷിപ്പിൽ ലോഞ്ച് ചെയ്ത് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് പോകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ആ ഒരു ഏരിയസ് 3 എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ഷിപ്പ് മാർസിൽ നിന്നും പുറപ്പെടുന്നു. ഇത്രയും വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരു ടീംമേറ്റ് ഇപ്പൊ തന്റെ അടുത്തില്ലല്ലോ എന്നോർത്ത് അവിടെയുള്ള എല്ലാ ടീംമേറ്റ്സും ഭയങ്കരധികം സങ്കടപ്പെടുന്നു. ദെൻ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി നേരെ എർത്തിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന പോലെ വാട്നി മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനും പാസ് ചെയ്യുന്നു. അതിനെ തുടർന്ന് എർത്തിലെ നാസയുടെ ഡയറക്ടർ പ്രസ്സിന് പറയുകയാണ്, അതായത് ആ ഒരു ഏരിയസ് 3യിലുള്ള ആസ്ട്രോണറ്റ്സ് എല്ലാം തിരിച്ച് ഭൂമിയിലോട്ട് വരികയാണ്. ആൻഡ് ആ ഒരു അവിടെ നടന്ന ഒരു ഇൻസിഡന്റിൽ നമുക്കൊരു കാഷ്വാലിറ്റി ഉണ്ട്, മാർക്ക് വാട്നി മരിച്ചുപോയി എന്നൊക്കെ പറയുന്നു. ദെൻ ശരിക്കും ആ ഒരു മാർസിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. അവിടെ കിട്ടിയതിൽ മാർസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കൊടുങ്കാറ്റെല്ലാം പോയി ഇപ്പോൾ ഒരു ശാന്തമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ഒരു വാർഡിനി കോൺഷ്യസ് ആയിട്ട് കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിന്റെ സ്യൂട്ടിലാവട്ടെ ഓക്സിജന്റെ അളവ് ഭയങ്കരധികം കുറവാണ്. ഇതിനെല്ലാം ഉപരി ആ ഒരു ഇടിച്ചപ്പോഴുള്ള ഒരു ചെറിയ റോഡ് അല്ലെങ്കിൽ ഒരു കമ്പി അദ്ദേഹത്തിന്റെ ദേഹത്ത് കുത്തിക്കയറിയിരിക്കുകയാണ്. ആ വേദനയെല്ലാം സഹിച്ച് മെല്ലെ ആ ഒരു ഹാബിലേക്കും അദ്ദേഹം
കയറുന്നു. അവിടെ ചെന്ന് അവിടുത്തെ എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുറിവിന് അദ്ദേഹം തന്നെ ട്രീറ്റ് ചെയ്യുന്നു. അത് ആ ഒരു റോഡിന്റെ ചെറിയൊരു പീസ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം അതിനെയും ഭയങ്കരധികം വേദന ഉണ്ടെങ്കിൽ പോലും സ്വയം ആ ഒരു റിമൂവ് ചെയ്ത് അതിനെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ആ കൊടുങ്കാറ്റ് തട്ടി വീഴുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്യൂട്ട് ഡാമേജ് ആയെന്ന് നീ തന്നെ പറഞ്ഞു. പിന്നെ ഇനി അദ്ദേഹം ഇത്രയും നേരം ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റോഡ് അദ്ദേഹത്തിന്റെ ദേഹത്ത് കുത്തിക്കയറി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റോഡിൽ നിന്ന് വന്ന ബ്ലഡ് ആ ഒരു സ്യൂട്ടിലുണ്ടായിരുന്ന ഡാമേജിൽ അവിടെ മൊത്തം ആ ഒരു ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കട്ട പിടിച്ച് ആ സ്യൂട്ടിലുണ്ടായിരുന്ന ആ ഒരു കുറച്ച് ഓക്സിജനെങ്കിലും അത് വെളിയിലോട്ട് പോകാത്ത രീതിയിൽ ആ ഒരു ഓട്ടം മൂടുന്നു. സോ ഇതുകൊണ്ടാണ് നമ്മുടെ വാട്നി ഇത്രയും നേരം ജീവിച്ചിരുന്നത്. തനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയിൽ ഒരു ലോഗ് എന്ന രീതിയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വന്ന കൊടുങ്കാറ്റ് ചെറുതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫുൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ഡാമേജ് ആയി ഇവിടെ നിന്ന്, അതായത് മാർസിൽ നിന്നും എർത്തിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആവുന്നു. സപ്പോസ് ഈ പറയുന്ന വാർഡിന് ജീവനോട് ഉണ്ടെന്ന് നാസ അറിഞ്ഞാൽ പോലും അടുത്ത ആ ഒരു ഷിപ്പിനെ അയച്ചു വേണമെങ്കിൽ എങ്ങനെ പോലും 4 വർഷം കഴിഞ്ഞ ശേഷമേ മാർസിൽ എത്താൻ പോകുന്നുള്ളൂ. ഈവൻ അടുത്ത മാർസ് മിഷൻ ആയിട്ടുള്ള ഏരിസ് 4 വരണമെങ്കിൽ പോലും 4 വർഷം കഴിയണം, അല്ലെങ്കിൽ അത്രയും ട്രാവലിംഗ് ഉണ്ട്. മാർസിൽ നിന്നും എർത്തിലേക്ക് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോകാനുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പും അല്ലെങ്കിൽ അതിനത്ര ഉള്ള ഫ്യൂവലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പം നിലവിലില്ല. അത് മാത്രമല്ല, ഇദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ഹാബിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് ഡാമേജ് ആയി പോവുകയാണെങ്കിലും ഈ പറയുന്ന വാട്നി മരിച്ചു പോകും. ഇതിനെല്ലാം സർവൈവ് ചെയ്താൽ പോലും ഈ പറയുന്ന 4 വർഷം കഴിക്കാനുള്ള ഫുഡൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. സോ ആ ഒരു ഫുഡ് ഇല്ലാത്ത പക്ഷവും അദ്ദേഹം മരിച്ചു പോകും. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു സിറ്റുവേഷനൊക്കെ? അങ്ങനെയൊക്കെ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. 6 ആളുകൾക്ക് ഈ പറയുന്ന 68 ദിവസം കഴിക്കാനുള്ള ഫുഡാണ് ഈ മാസിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഫുഡ് കുറച്ച് കഴിച്ചാൽ പോലും ഏകദേശം 400 ദിവസത്തേക്ക് അത് എത്തുള്ളൂ. അതായത് 1 വർഷം 1 മാസവും. അത്രയും നാളത്തേക്ക് മാത്രമാണ് ഇദ്ദേഹത്തിനെ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി നമ്മുടെ വാട്നി ഒരു ബോട്ടണിസ്റ്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫുഡിന്റെ കൂടെ കുറച്ച് പ്രിസർവ് ചെയ്തിട്ടുള്ള കുറച്ച് ഉരുളക്കിഴങ്ങും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് ഈ പറയുന്ന 4 വർഷം പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ അദ്ദേഹം ഇടുന്നു. സോ എന്താണെന്നാൽ തന്റെ കയ്യിലുള്ള ഒരു ഉരുളക്കിഴങ്ങിനെ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതും എവിടെ? മാർസിൽ. സോ അതിനെ തുടർന്ന് ആ ഒരു ഹാബിനകത്ത് ഈ പറയുന്ന കൃഷിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഒരു ഗാർഡന് വേണ്ടിയുള്ള ഈ മണ്ണെല്ലാം അദ്ദേഹം ശേഖരിച്ചുകൊണ്ട് കൊണ്ടിരുന്നു. ഇതിന് സ്വാഭാവികമായിട്ട് ഒരു ചെടി നല്ലപോലെ തഴച്ച് വളരണമെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക വളങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. സോ അതിനുവേണ്ടി ഇദ്ദേഹം യൂസ് ചെയ്തത് ഹ്യൂമൻ വേസ്റ്റ് ആണ്, അതായത് ബയോ വേസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് അത് യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് ആ ഒരു ഉരുളക്കിഴങ്ങിനെല്ലാം കുഴിച്ചിടുകയാണ്. കുഴിച്ചിട്ടാൽ മാത്രം പോലെ വെള്ളം ഒഴിക്കണം, ആ ഒരു വെള്ളം വേണ്ടേ. അപ്പോൾ വെള്ളത്തിന് വേണ്ടി ഇദ്ദേഹം എന്ത് തീരുമാനിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കയ്യിൽ കുറെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഹൈഡ്രജനെ അവിടെ ഉണ്ടായിരുന്ന ഓക്സിജനുമായിട്ട് ചേർത്ത് കത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കിട്ടും. പക്ഷേ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹാബിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാതിനെ തുടർന്ന് അവിടുത്തെ ആ ഒരു എയർലോക്ക് ഡാമേജ് ആയിട്ട് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ഓക്സിജൻ പ്രഷർ കൂട്ടിയിട്ട് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. ഭാഗ്യത്തിന് നമ്മുടെ വാർഡ്നിക്ക് അത്ര ഗുരുതര പരിക്കൊന്നും ഉണ്ടായില്ല, ചെറുതായിട്ട് ഒരു ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളൂ. ഇനി ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല വാർഡ്നി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ വീണ്ടും ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാത്ത രീതിയിൽ അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തു തീർക്കുന്നു. ഇപ്പോൾ വാർഡ്നി അറേഞ്ച് ചെയ്ത ആ ഒരു ചുറ്റുപാട് മൊത്തം ആ ഒരു കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ചെറിയൊരു കാര്യമൊന്നുമല്ല നമ്മുടെ ഈ ഒരു വാർഡ്നി ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലിവിങ് ഓർഗാനിസം ഇല്ല എന്ന് പറയപ്പെടുന്ന മാർസിൽ അദ്ദേഹം കൃഷി ചെയ്യാൻ പോകുന്നു. ആ ഒരു ചെടിയും മെല്ലെ വെളിയിലോട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന വാർഡ്നിയും ഭയങ്കരധികം സന്തോഷിക്കുന്നു. മീൻവൈൽ നാസയിൽ ഈ ഒരു മാർസിലെ ആ ഒരു ഏരിയൽ ഷോട്ട്സ് എല്ലാം നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിനെ തുടർന്ന് ഇപ്പോഴും വാർഡ്നി ജീവനോടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വസ്തുത അവർ തിരിച്ചറിയുന്നു. അതിനെ തുടർന്ന് നാസയുടെ ഡയറക്ടർ വീണ്ടും ആ ഒരു പ്രസിനോട് ഇന്ന പോലെ ആ ഒരു വാർഡ്നി ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നു. വാർഡ്നി ജീവനോടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വസ്തുത അവന്റെ ക്രൂ മെമ്പേഴ്സിനോട് പറയണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന നാസയുടെ ഡയറക്ടർ അതിനെ എതിർക്കുന്നു. അവരിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല, അവരുടെ മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, ഇതിപ്പോൾ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറക്ടർ അതിനെ എതിർക്കുകയാണ്. ഇതേസമയം മാർസിൽ നമ്മുടെ വാർഡ്നി അവിടെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് 1997 എർത്തിൽ നിന്നും മാർസിലേക്ക് പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു പ്രോബിനെ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. മാർസിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനെ തുടർന്ന് ഇതിന് ഹാബിൽ നിന്ന് കുറച്ച് ദൂരം പോകണം. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു റോവർ എടുത്തിട്ട് ആ ഒരു പാത്ത് ഫൈൻഡർ ഉള്ള സ്ഥലത്തിലേക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക വാട്നി പോവുകയാണ്. ഈ ഒരു കാര്യം നമ്മുടെ നാസയും ശ്രദ്ധിക്കുന്നു. ഇതിന് ആ ഒരു പാത്ത് ഫൈൻഡറിന്റെ ക്യാമറയും കൂടാതെ ഒരു മോട്ടറും യൂസ് ചെയ്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഒരു ഹെക്സാഡെസിമൽ ആസ്കി കോഡിംഗ് പ്രോഗ്രാമിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹെക്സാഡെസിമൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ്. അതിനെ തുടർന്ന് നാസ ഈ ഒരു ഡിവൈസിലേക്ക് ഒരു സോഫ്റ്റ്വെയർ പാച്ച് അയച്ചു വിട്ടതിനെ തുടർന്ന് പാത്ത് ഫൈൻഡറും റോവറും കണക്ട് ചെയ്ത് ഒരു ചാറ്റിംഗ് മെത്തേഡിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നാസിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, ഇന്ന പോലെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വാർഡ്നിക്ക് അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ടതും അദ്ദേഹത്തിന് ഒരു ആശ്വാസമാവുന്നു. ദെൻ താൻ ജീവനോടെ ഉണ്ടെന്ന് ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് ഇവർ തിരിച്ചു പറയുന്നു. ഇത് കേട്ട് നമ്മുടെ വാർഡ്നിക്ക് ഭയങ്കരധികം ദേഷ്യം വന്ന് അവരെ ഭയങ്കരധികം ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവഞ്ച്വലി നമ്മുടെ ഒരു ഇവന്റെ ക്രൂ മെമ്പേഴ്സിനും ഈ ഒരു വാർഡ്നി ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇത് കേട്ടതും അവരെല്ലാവരും ഷോക്ക് ആവുകയും ഭയങ്കര സങ്കടത്തിലാവുന്നു. ഇതിനു മുമ്പായിട്ട് നമ്മുടെ വാർഡ്നി കുഴിച്ചിട്ട് ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതെല്ലാം ഇപ്പോൾ ചെടിയായിട്ട് മാറി അതിനെ വിളവെടുക്കുന്ന രീതിയിലാവുന്നു. ഇതിന് വാർഡ്നിയും അതിനെ വിളവെടുത്ത ശേഷം വീണ്ടും ആ ഒരു ഉരുളക്കിഴങ്ങിനെ അവിടെ കുഴിച്ചിടുന്നുണ്ട്. ഇങ്ങനെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഹാബിനകത്തെ എയർലോക്ക് മാൽഫങ്ഷൻ ആയതിനെ തുടർന്ന് ആ ഹാബിന്റെ ഒരു ചാമ്പർ തന്നെ പൊട്ടിത്തെറിച്ച് മൊത്തം ഡാമേജ് ആയി പോകുന്നു. അതിനകത്തായിരുന്നു അദ്ദേഹം വളർത്തിയ ആ ഒരു ഉരുളക്കിഴങ്ങെല്ലാം
മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ വാർഡനിയുടെ കയ്യിൽ ആകെ 600 ദിവസത്തേക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഫുഡ് മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നാസ ഇദ്ദേഹത്തിന് വേണ്ടി ഫുഡ് അയച്ചാൽ പോലും അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ ഏകദേശം 700 ദിവസം കഴിയണം. സോ അത്രയും നാൾ വാർഡനി എന്തായാലും ജീവിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് ഫുഡ് അയക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു നാസ എല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു റോക്കറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ ആ ഒരു മാർസിലേക്ക് അയച്ചു വിടാൻ വേണ്ടി ലോഞ്ച് ചെയ്യുന്നു. പക്ഷേ എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതിന് തുടർന്ന് ആ ഒരു റോക്കറ്റും ഡാമേജ് ആയി പൊട്ടിത്തെറിക്കുന്നു. ഇപ്പോൾ ഗ്രാജുവലി അദ്ദേഹത്തിന് ഫുഡെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് നാളൊന്നും പിടിച്ചിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുകയാണ് നാസയിലേക്ക് JPL നിന്നും ഒരു ആസ്ട്രോ ഡൈനാമിസിസ്റ്റ് വരുന്നത്. ഇതിന്റെ പേര് പേർണൽ. അപ്പോൾ നമ്മുടെ പേർണലിന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നാൽ വാർഡനിയുടെ ടീം വരുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് ഇപ്പോൾ ഭൂമിയുടെ അടുത്ത് എത്താറായിട്ട്. സോ അതിനെ തുടർന്ന് അവർ എങ്ങനെ പോയാലും സ്പീഡ് കുറച്ചിട്ടുണ്ടാവും. സോ അവരുടെ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടിയ ശേഷം നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് യൂസ് ചെയ്ത് ഒരു സ്ക്രീൻ ഷോട്ട് അടിച്ച് നേരെ മാർസിലോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാർസിലോട്ട് എത്താനും പറ്റും. ഇന്ന പോലെ നമ്മുടെ വാർഡനെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറയുന്നു. സോ ഒരു സ്ലിംഗ് ഷോട്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഫുഡും ഫ്യൂവലെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വേറൊരു റോക്കറ്റിലായിട്ട് അയച്ചു കൊടുക്കണം. അത് യൂസ് ചെയ്ത് അതിനുശേഷം അവർ നേരെ ആ ഒരു മാർസിലോട്ട് പോകും. ഇതേ സമയം നമ്മുടെ വാർഡനി ആവട്ടെ അവിടെയുള്ള പ്രോബ് യൂസ് ചെയ്ത് അവിടെ നിന്ന് നേരെ മാർസിന്റെ വെളിയിലോട്ട് വരിക. അതിനുശേഷം നേരെ മറ്റു ക്രൂ മെമ്പേഴ്സിനോട് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ പറയുന്നു. ബട്ട് ഈ ഒരു പ്ലാനിനകത്ത് ഒരുപാട് റിസ്ക് ഉള്ളതിനെ തുടർന്ന് നാസ ഇതിനെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ അവർക്ക് ഭയങ്കരധികം പേടിയാവുന്നു. എന്നാൽ ഹെൻഡർസൺ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഏരിയസ് 3 വന്നുകൊണ്ടിരിക്കുന്ന ഇവന്റെ ക്രൂ മെമ്പേഴ്സിനെ അയച്ചു കൊടുക്കും. അവരും ഇതിൽ സാറ്റിസ്ഫൈ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇപ്പം നാസയ്ക്കും വേറെ വഴിയില്ല, അതിന് അപ്രൂവ് ചെയ്യുന്നു. ഇതിന് ഭൂമിയിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ഫ്യൂലും കൂടാതെ ഫുഡും ഒരു പ്രോബിൽ വെച്ചിട്ട് ഇന്ന പോലെ ഇവരുടെ സ്പേസ് ഷിപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നു. അത് വാങ്ങുന്ന നമ്മുടെ ഏരിയസ് 3 ആവട്ടെ ഈ പറയുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് യൂസ് ചെയ്ത് നേരെ ഒരു സ്ലിംഗ് ഷോട്ട് അടിച്ച് നേരെ മാർസിലോട്ട് പോകുന്നു. ഈ ഒരു പ്ലാനിനെ പറ്റി നേരെ നമ്മുടെ ആ ഒരു വാർഡനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. വാർഡനിയും അതിന് റെഡി ആയിട്ട് നേരെ ആ ഒരു റോക്കറ്റ് ഉള്ള സ്ഥലത്തിലോട്ട് പോകുന്നു. ബട്ട് ആ ഒരു സ്ഥലം ഇവരുടെ ഹാബിനേക്കാളും കുറച്ചും കൂടെ ദൂരെയാണ്. ആ ഒരു സ്ഥലം വരെ ഈ പറയുന്ന റോവർ പോകത്തില്ല. അപ്പോൾ ആ ഒരു റോവറിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ ഒരു വാർഡനി പോവുകയാണ്. ഇപ്പോൾ വാർഡനി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫുഡെല്ലാം കുറച്ച് കഴിച്ചതിനെ തുടർന്ന് 534 ദിവസം വേണമല്ലോ. അതിനെ തുടർന്ന് കുറച്ച് കഴിച്ച് ഇപ്പോൾ ഭയങ്കരധികം മെലിഞ്ഞ് ഭയങ്കരധികം വീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം വരുന്നു. എന്താണെന്നാൽ നമ്മുടെ ഒരു വാർഡനി ഇരിക്കുന്ന ആ ഒരു ലോഞ്ചറിൽ വെയിറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു. അതിന്റെ വെയിറ്റ് ഭയങ്കരധികം കുറച്ചാൽ മാത്രമാണ് മാർസിന്റെ വെളിയിലോട്ട് ഈ വാർഡനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് വാർഡനിയും ആ ഒരു സ്പേസ് ഷിപ്പിൽ ആവശ്യമുള്ള ഇല്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ വെളിയിലോട്ട് വിടുന്നു. നോസ് ഷീൽഡ് ഉൾപ്പെടെ ആ ഒരു കൺട്രോൾ ബോർഡ് പോലും അദ്ദേഹം വെളിയിലോട്ട് ഇടുന്നു. സോ ഇപ്പോൾ ആ ഒരു ഷിപ്പിനെ മൊത്തം കൺട്രോൾ ചെയ്യാൻ ഒരു റിമോട്ടിലേ സാധിക്കുള്ളൂ. ഇതിന് ആ ഒരു മോൾ ഭാഗം ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ഷീറ്റ് യൂസ് ചെയ്ത് അദ്ദേഹം കവർ ചെയ്യുന്നു. ഇതിന് ഇവഞ്ച്വലി നമ്മുടെ ഏരിയസ് 3 ഈ ഒരു മാർസിനോട് അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാർഡനി ആവട്ടെ ആ ഒരു മാർസിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ വാർഡനിയുടെ മാർസിലെ അവസാനത്തെ ദിവസം. ഇതിന് മുകളിലത്തെ ഷിപ്പിൽ നിന്ന് നമ്മുടെ ആ ഒരു വാർഡനിയുടെ ആ ഒരു ഷിപ്പിനെ ഇവർ കൺട്രോൾ ചെയ്ത് നേരെ അങ്ങോട്ട് വരുത്തുന്നു. മാർസിന്റെ സർഫസിലേക്ക് അദ്ദേഹത്തിന്റെ റോക്കറ്റ് പോകും തോറും തന്നെ ആ ഒരു ഫോഴ്സ് കൂടി അദ്ദേഹം മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷീറ്റ് എല്ലാം കീറി പോവുകയാണ്. എതിരെ വരുന്ന കാറ്റ് കൂടിയതിനെ തുടർന്ന് ഇവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു സ്പീഡിലല്ല നമ്മുടെ ആ ഒരു വാർഡനിയുടെ ആ ഒരു റോക്കറ്റ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഏരിയസ് 3 അവരുടെ ആ ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടി നേരെ അവരുടെ ആ ഒരു ബാക്കിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് അവർ ബ്ലാസ്റ്റ് ചെയ്ത് ആ ഒരു ഫോഴ്സ് യൂസ് ചെയ്ത് നേരെ വാർഡനിന്റെ അടുത്ത് നിന്ന് അവനെ പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് ആ ഒരു ലാസ്റ്റ് പോർഷനും അവർ ബ്ലാസ്റ്റ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ ആ ഒരു ക്രൂവിലെ കമാൻഡർ ആവട്ടെ ആ ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് നേരെ വെളിയിൽ വന്നിട്ട് വാർഡനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരും ഇങ്ങനെ അവന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു കയർ അവസാനിക്കുന്നു. വാർഡനിന്റെ അടുത്ത് എത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ വാർഡനി വേറൊരു പ്ലാൻ ചെയ്യുകയാണ്. എന്താണെന്നാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു സ്യൂട്ടിനകത്ത് ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് ആ ഒരു ഓട്ടിൽ നിന്നും പോകുന്ന ആ ഒരു എയർ പ്രഷർ യൂസ് ചെയ്ത് വാർഡനി ആ ഒരു കമാൻഡറുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ അറ്റ്ലാസ് നമ്മുടെ ആ ഒരു കമാൻഡർ വാർഡനെ പിടിക്കുന്നു. നേരെ തിരിച്ച് ആ ഒരു ഷിപ്പിലോട്ടും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ നടന്ന സംഭവം എല്ലാം തന്നെ നമ്മുടെ ആ ഒരു നാസി ആവട്ടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഭയങ്കരധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഏകദേശം 4 വർഷത്തിന് ശേഷം നമ്മുടെ ആ ഒരു സ്പേസ് ഷിപ്പ് ഏരിയസ് 3 എന്ന ഒരു സ്പേസ് ഷിപ്പ് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ഇപ്പം അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വാർഡനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഒരു കോളേജിലെ ഒരു പ്രൊഫസറാണ്. ഇപ്പോൾ ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യത്തിനെയും അവിടെയുള്ള സ്റ്റുഡൻസിനെല്ലാം ഇദ്ദേഹം ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തുണ്ടോ ഇല്ലയോ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടാവണം. പോട്ടെ എന്തിലെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ഫെയ്ത്തും ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്യാഷ് കറോ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെല്ല 25 അടിക്കുന്ന സമയത്ത് 25 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കയറുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും ഇതുള്ള ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.